ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സ്നേഹ ഫുഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി മുട്ടക്കറിയാണ്. ചപ്പാത്തിൻ്റെ ഒപ്പം പൂരിൻ്റെ ഒപ്പം കഴിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു എഗ് കറിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. പുതിയതായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് മുട്ടക്കറി എങ്ങനെ തയ്യാറാക്കാൻ നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഒരു പാൻ അടുപ്പിൽ വയ്ക്കാം. എണ്ണ ഒഴിച്ച് കൊടുക്കാം. ചൂടായി വന്നിരിക്കുകയാണ്. ഒരു പട്ട, ഒരു ബേ ലീഫ്, ഒരു കാറാമ്പൂ, 3 കുരുമുളക്, പിന്നെ കുറച്ച് പെരിഞ്ചീരകം ഇതുകൂടി ചേർത്ത് നമുക്ക് ചൂടാക്കിയെടുക്കാം. ഒരു ചെറിയൊരു ഇഞ്ചി കഷ്ണം ചോപ്പ് ചെയ്തത് ഇതുകൂടി ചേർത്ത് കൊടുക്കാം. ചെറിയ വെളുത്തുള്ളി ചോപ്പ് ചെയ്തത് ഇതുകൂടി ചേർത്ത് കൊടുക്കാം. നന്നായി ചെറുതായി ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് ലോ ഫ്ലെയിമിൽ തന്നെ വയ്ക്കുക. കുറച്ച് കറിവേപ്പില, അതേപോലെ കുറച്ച് മല്ലിത്തഴ, നന്നായി ഇളക്കി കൊടുക്കാം. 2 വലിയ ഉള്ളി ചെറുതായി ചോപ്പ് ചെയ്താണ് അതുകൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉള്ളി നന്നായി ബ്രൗൺ കളറായി വരാൻ വേണ്ടിയിട്ട് ഈ സമയത്ത് തീ മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കുക. നന്നായി ഇളക്കി കൊടുക്കാം. 3 വലിയ തക്കാളി ചോപ്പ് ചെയ്ത് ഇതുകൂടി ചേർത്ത് കൊടുക്കാം. 3 പച്ചമുളക് ചെറുതായി ചോപ്പ് ചെയ്തത്, 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇളക്കി കൊടുക്കാം. 2 ടീസ്പൂൺ മട്ട മസാല. സാധാരണയായിട്ട് എല്ലാവരും എഗ് മസാലയാണ് ചേർക്കുന്നത്. ഞാൻ മട്ട മസാലയാണ് ചേർത്തിരിക്കുന്നത്. മട്ട മസാല നല്ല ഒരു ടേസ്റ്റ് ആയിരിക്കും മുട്ടക്കറിക്ക്. എല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്ത് വെള്ളം ചേർത്ത് കൊടുക്കാം. പേസ്റ്റ് റെഡിയായി വരാൻ വേണ്ടിയിട്ട് നമുക്ക് 1 മിനിറ്റ് അടച്ചു വയ്ക്കാം. ഈ സമയത്ത് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൽ 1/4 ഭാഗം നമുക്ക് പേസ്റ്റ് ചെയ്ത് ഇതൊക്കെ പോയിരിക്കണം. അപ്പോൾ നമുക്ക് മിക്സി ജാറിലിട്ട് നന്നായി പേസ്റ്റ് ചെയ്തെടുക്കാം. ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. മുട്ടക്കറിക്ക് വേണ്ടിയിട്ടുള്ള പേസ്റ്റ് നന്നായി അരിഞ്ഞു വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇതുകൂടി ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ അരപ്പ് കൂടി നന്നായി കഴുകിയതിന് ശേഷം ഒഴിച്ചു കൊടുക്കാം. ചെറുതായി ഇളക്കി കൊടുക്കാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിനി തുറന്ന് നോക്കാം. നന്നായി തിളച്ച് വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കറി ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പിൻ്റെ ചെറുതായിട്ടൊരു കുറവുണ്ട്. ഒരു 6 മുട്ട ചേർത്ത് കൊടുക്കാം നമുക്ക് മുട്ടക്കറിക്കായിട്ട്. മുട്ട ചെറുതായിട്ടൊന്ന് ലൈൻ ഇട്ടിട്ടുണ്ട്. മുട്ടയിലേക്ക് ഗ്രേവിയൊക്കെ നന്നായി സെറ്റായി വരാൻ വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് നമുക്ക് തിളച്ചൊന്ന് നന്നായി അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ മുട്ട നന്നായി തിളച്ച് റെഡിയായി വന്നിരിക്കുകയാണ്. കുറച്ച് കറിവേപ്പിലയും മല്ലിത്തലയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും മല്ലിത്തലയും ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് തീ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. മുട്ടക്കറി തയ്യാറായിരിക്കുകയാണ്. ഇതേപോലെ ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ്സ് അറിയിക്കണേ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.